നമസ്കാരം. 260 പേരുടെ ജീവനഷ്ടത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന അപകടമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ദിവസമാണ് ഇത്. ഏറെ ഊഹാപോഹങ്ങളിലേക്ക് പോകരുത് എന്നും പ്രാഥമികമായ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണവും വിശകലനങ്ങളും നടക്കുകയാണ് എന്നും നമ്മളോട് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. 260 പേരുടെ ജീവനഷ്ടം എന്ന് പറയുന്നത്, അതുണ്ടാക്കിയ ആശങ്കകൾ എന്ന് പറയുന്നത്, അത് നമ്മുടെ വ്യോമയാന മേഖലയ്ക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് വലുതാണ്. അത്രയേറെ ജീവനഷ്ടം ഉണ്ടാക്കിയ ഒരു സംഭവ വികാസത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട്, ആരുടെ കുറ്റം കൊണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏറെയാണ്. നമ്മളോടൊപ്പം അതിഥികൾ കൂടി തത്സമയം ചേരുകയാണ്. ശ്രീ ഒവി മാക്സിസ്, അദ്ദേഹം റിട്ടയർഡ് ATC അംഗമാണ്. ക്യാപ്റ്റൻ രാജേന്ദ്രൻ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറാണ്. ശ്രീ വി ടി ചെറിയാൻ ഏവിയേഷൻ എക്സ്പേർട്ട്, ശ്രീ ഷാബു പ്രസാദ് ശാസ്ത്ര നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ഫിലിപ്പ് ഏവിയേഷൻ എക്സ്പേർട്ട് എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുകയും ചെയ്യുന്നത്. ആദ്യം ശ്രീ ഒവി മാക്സിസ്, അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്ത് കഴിഞ്ഞ 2 ദിവസമായി അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വിശദമായ വിവരങ്ങൾ എത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, വലിയ ജീവനഷ്ടവും വേദനയും ഉണ്ടാക്കിയ ഒരു സംഭവ വികാസത്തിന്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ ദിവസവും ആ ചർച്ചയിലേക്ക് കടന്നു പോകുന്നത്. ഈ റിപ്പോർട്ട് നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകൾ എന്താണ് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 1 മാസ കാലയളവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഊഹാപോഹങ്ങൾക്ക് അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഒരു വസ്തുത. ആ ഊഹാപോഹങ്ങൾക്കെല്ലാം ആ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ, ഈ അപകടത്തിന് കാരണമായി എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ആസ്ഥാനത്താണ്. കാരണം ഫ്യൂവലിൻ്റെ അഡൾട്രേഷൻ, അതുപോലെ ബേർഡ് ഈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഫ്ലാപ്പിൻ്റെ റോങ് സെറ്റിങ്, ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ അപകടത്തിന് കാരണമായി സൂചിപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിന് വിപരീതമായി അന്ന് എല്ലാ ഏവിയേഷൻ വിദഗ്ധന്മാരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്: 2 എഞ്ചിനും ഒരേ സമയത്ത് ആയാൽ മാത്രമേ ഇങ്ങനെ ഒരു അപകടം നടക്കുകയുള്ളൂ എന്നുള്ളത്. അത് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഇനീഷ്യൽ റിപ്പോർട്ട്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഫ്യൂവൽ സ്വിച്ചിൻ്റെ മാൾഫങ്ഷനെ കുറിച്ചാണ്. അതായത് 2 സ്വിച്ചുകളും 1 സെക്കൻഡ് ഗ്യാപ്പിൽ എങ്ങനെയാണ് ഓഫ് ചെയ്യപ്പെട്ടത് എന്ന കാര്യം ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ നടന്ന റിപ്പോർട്ടിൽ പല ആളുകളും ഇത് പൈലറ്റ് ബോധപൂർവം ഓപ്പറേറ്റ് ചെയ്താണോ എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ചിന്തയോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈ ഫ്യൂവൽ സ്വിച്ച് അത് ഒന്ന് ഓഫായി ഉടനെ 1 സെക്കൻഡിനുള്ളിൽ ആണ് അടുത്ത സ്വിച്ചും ഓഫ് ആകുന്നത്. അപ്പോൾ ഇത് മാനുവലി ഇത് ഓഫാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സ്പ്രിംഗ് ലോഡഡ് മെക്കാനിസമാണ് വിത്ത് എ ലോക്കിംഗ് ഫെസിലിറ്റി. അത് പുള്ള് ചെയ്തിട്ട് വേണം ആ സ്വിച്ച് താഴോട്ട് വലിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സ്വിച്ച് വലിച്ച് വീണ്ടും അടുത്ത ഒരു സ്വിച്ച് വലിക്കുമ്പോൾ ഏകദേശം ഒരു 5 സെക്കൻഡോളം ഡിലേ എന്തായാലും ഉണ്ടാവും. ഞാൻ ഈ പറയുന്നതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഈ രണ്ടാമത് ഈ സ്വിച്ച് രണ്ടും ഓഫായി എന്ന് പൈലറ്റ് ആദ്യത്തെ സ്വിച്ച് ഓഫായി അതിന് ശേഷം കറക്റ്റ് 10 സെക്കൻഡിന് ശേഷം അവർ മനസ്സിലാക്കുകയും അവർ ഈ സ്വിച്ച് അത് ഓൺ പൊസിഷനിലേക്ക് നീക്കുകയും ചെയ്തു. അത് എമർജൻസിയിൽ ചെയ്തൊരു ആക്ഷനാണ്. ആ ആക്ഷൻ ഏകദേശം 6 സെക്കൻഡോളം സമയം എടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. 5 സെക്കൻഡോളം എടുത്തിട്ടുണ്ടെന്നാണ് ആ ടൈം ഷെഡ്യൂൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സ്വിച്ച് അങ്ങനെ പ്രവർത്തിക്കാൻ ഓഫാക്കുന്നതിനും ഏകദേശം 5 സെക്കൻഡെങ്കിലും സമയം എടുക്കും. പക്ഷേ 1 സെക്കൻഡിൽ ആ സ്വിച്ച് അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട്, അങ്ങനെ മാറിപ്പോയതുകൊണ്ട് അത് പൈലറ്റ് ബോധപൂർവം ഓപ്പറേറ്റ് ചെയ്ത അല്ല എന്ന നിഗമനത്തിലേ നമുക്ക് എത്താൻ കഴിയുള്ളൂ. പിന്നെ ഈ ബോയിങ് അടുത്തിടെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ സേഫ്റ്റിയെ സംബന്ധിച്ച് ഒട്ടേറെ ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു വിമാന കമ്പനിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 737 മാക്സ് എയർക്രാഫ്റ്റ്, അതിൻ്റെ ഓട്ടോമാറ്റിക് പിച്ച് കൺട്രോൾ മെക്കാനിസം, ആദ്യം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അത് ആ പൈലറ്റ് കുറച്ചും കൂടി സമർത്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷേ എത്യോപ്യൻ എയർലൈൻസിൻ്റെ കാര്യത്തിൽ ആ പൈലറ്റ് അത് ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ഒരു ക്രാഷിലേക്ക് നയിച്ചു. പക്ഷേ ഈ ആദ്യം ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഒരു
ഒരു അഡ്വൈസറി സർക്കുലർ പോലും ഈ ബോയിങ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടില്ല. സിമിലർലി 2017 ജപ്പാൻ എയർലൈൻസിൻ്റെ ഒരു ഇൻസിഡൻറ്റ്, അത് ഈ ഫ്യൂവൽ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അത് റൺവേയിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ലാൻഡിങ് സമയത്താണോ ടേക്ക് ഓഫ് സമയത്താണോ റൺവേയിൽ വെച്ചിട്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ സ്വിച്ച് ഓഫായി. അത് ഇൻറ്റൻഷനലായിട്ട് അത് ഓഫായി. ആരും മാനിപ്പുലേറ്റ് ചെയ്തല്ല, സ്വിച്ച് ഓഫായിട്ട് രണ്ടാമതും അത് സ്വിച്ച് ഓൺ പൊസിഷനിലാക്കിയിട്ടും ഫ്യൂൽ സ്വിച്ചുകൾ വർക്ക് ചെയ്തില്ല, പ്രോപ്പർട്ട് വർക്ക് ചെയ്തില്ല. എയർക്രാഫ്റ്റ് ഗ്രൗണ്ട് ചെയ്യും ആ ഇൻസിഡൻറ്റ് ഉണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പണ്ടൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആയിരുന്നു ഈ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ അടുത്ത കാലത്ത് കാണാനില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു വിമാന കമ്പനിയുടെ ശ്രദ്ധയിൽ വന്നാൽ ഉടനെ തന്നെ വിമാന കമ്പനി ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. ഒരു അഡ്വൈസറി സർക്കുലർ എല്ലാ എയർലൈനും, അതായത് തങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിയ എല്ലാ വിമാന കമ്പനികൾക്കും ഒരു അഡ്വൈസറി സർക്കുലർ അയക്കുകയും ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിമാന കമ്പനികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ 2017 നടന്ന ഇൻസിഡൻറ്റിന് ശേഷം FAA ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇറക്കുകയുണ്ട്. അത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് NM18-33 എന്നുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. അതിന് ആ ബുള്ളറ്റ് പ്രധാനമായി പറഞ്ഞ കാര്യം, ഇത്തരം ബോയിങ് 737 മുതലായ വിമാനങ്ങൾ, ബോയിങ് കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾക്കെല്ലാം ഈ ഫ്യൂൽ സ്വിച്ചിൻ്റെ ഘടന ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ അൺഇൻറ്റൻഷനലായിട്ട് അത് ഫെയിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വിച്ചുകൾ റീപ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് ചെയ്യാൻ അത്. പക്ഷേ അത് FAA സർക്കുലർ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ അത് നമുക്കത് ഫോളോ ചെയ്യാൻ ബാധ്യതയില്ല. അത് ഒരുപക്ഷെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ രണ്ടാമത് റീഇഷ്യൂ ചെയ്താൽ മാത്രമാണ് വിമാന കമ്പനികൾ അത് ഫോളോ ചെയ്യാനുള്ള ബാധ്യതയുള്ളൂ. ഇവിടെയും അത് എയർ ഇന്ത്യ വിമാന കമ്പനി അത് ആ അഡ്വൈസറി ഫോളോ ചെയ്തിട്ടില്ലെന്ന് അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ ബോയിങ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു തികഞ്ഞ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അഥവാ വളരെ ക്രിട്ടിക്കലായ സേഫ്റ്റി റിലേറ്റഡ് ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് വരാം. അങ്ങ് അതൊരു ഹ്യൂമൻ എറർ അല്ല എന്ന നിഗമനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങിലേക്ക് ഞാൻ വരികയും ചെയ്യാം. ശ്രീ VT ശരൺ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഹ്യൂമൻ എറർ അല്ല എന്നുള്ളതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം അതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രണ്ട് ശബ്ദ സന്ദേശത്തിൻ്റെ ഭാഗമായ ഒരു റിയാക്ഷൻ, ഒരു ചോദ്യം, അതിനോടുള്ള റിയാക്ഷൻ, അത് പറയുന്നത് നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത്, അത് ഞാനല്ല ചെയ്തത് എന്നൊരു സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു ഹ്യൂമൻ എറർ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിന് മാത്രം സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ആശയവിനിമയം മാത്രം പുറത്തേക്ക് വന്നതാണോ? ഞാൻ 35 കൊല്ലം വ്യോമയാന രംഗത്ത് ജോലി ചെയ്തതുകൊണ്ട് ഞാൻ അതിനോട് വിയോജിക്കുന്നു. കാരണം ഏതൊരു വിമാനത്തിലും അതിൻ്റെ സേഫ്റ്റിയാണ് വ്യോമയാന വിദഗ്ധരും വ്യോമയാന ജോലിക്കാരും അങ്ങ് മേളി മുതൽ താഴെയുള്ളവർ ആ വിമാനവുമായിട്ട് ബന്ധപ്പെട്ടവർ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സേഫ്റ്റിയാണ്. അത് ലോഡിങ്ങിലാണേലും ഫ്യൂലിങ്ങിലാണേലും ക്ലീനിങ്ങിലാണേലും കേറ്ററിങ്ങിലാണേലും ഏത് തുറയിലും സെക്യൂരിറ്റിയുടെ കണ്ണുണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം ഈ ഫ്ലൈറ്റ് സേഫായിട്ട് പോകണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് ഒരുങ്ങി വന്ന ക്യാപ്റ്റൻസ് ഈ ഫ്ലൈറ്റുമായിട്ടൊരു ഒറിജിനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അവർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ഏറ്റവും എറർ ഫ്രീ ആയിട്ടേ പോവുകയുള്ളൂ. രണ്ടാമത് അത് പഠിക്കുമ്പോൾ അറിയാം, കമാൻഡർക്ക് 15,000 മണിക്കൂറോളം എക്സ്പീരിയൻസ് ഉണ്ട്. നല്ലൊരു കമാൻഡറാണ്. കപ്പാസിറ്റി ആണല്ലോ അത്രത്തോളം ലാൻഡിങ്ങും ടേക്ക് ഓഫും നീണ്ട ഫ്ലൈറ്റും കഴിഞ്ഞ ഒരു വ്യക്തിത്വം. അത് കൂടാതാണ് കോ പൈലറ്റ് 3000 ചിലവാനെന്ന് എൻ്റെ ഓർമ്മ, അത്രയും മണിക്കൂറുകളുള്ളത്. ഇവരെല്ലാം തന്നെ എറർ ഫ്രീ ആയിട്ട് ഏറ്റവും പെർഫെക്റ്റായിട്ട് അവരുടെ ഹെൽത്ത് വരെ നോക്കി വിമാനം പറത്താനായിട്ട് അവർ കോക്പിറ്റിൽ പോകുമ്പോഴും ക്യാബിനിൽ പോകുന്നവർ പോലും അവരുടെ മെഡിക്കൽ ചെക്ക് നോക്കി അവരുടെ ശാരീരിക സ്ഥിതിയും മാനസിക സ്ഥിതിയും നോക്കിയിട്ട് അവർ ഡ്യൂട്ടിക്ക് പോവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിന് വളരെയേറെ പോയിൻ്റ് ഡെസിമൽ പോലും ഇതിനൊരു ഡൗട്ട് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത് ഏവിയേഷൻ രംഗത്ത് ലോകം മുഴുക്കെ ആ സമയം ലാഭിക്കാനായിട്ടുള്ള വാക്കാണ് മേഡേ. നമുക്കെല്ലാവർക്കും അറിയാം. കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ അവസാനം വിളിക്കുന്ന വിളിയാണ് മേഡേ. ഈ മേഡേ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ കൺട്രോൾ പോയി കഴിഞ്ഞു, അവർ കൈവിട്ട് കഴിഞ്ഞു. ഹ്യൂമൻ എറർ ആണെങ്കിൽ അവർ ഉടനെ തന്നെ ആ എറർ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചേനെ. അത് വരാത്തിടത്തോളം ഞാൻ വളരെ ആഴത്തിൽ വിശ്വസിക്കുന്നത്
അത് വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എററാണ്, അവരുടെ കൈവിട്ടു പോയ സ്ഥിതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ക്യാപ്റ്റൻ രാജൻ തന്നെ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെയും ചർച്ചയിൽ ഈ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഒരു മേജർ കോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെക്കൻഡുകൾക്കുള്ളിൽ ആ ദുരന്തം സംഭവിക്കുകയും ചെയ്തു. അതിൽ ക്യാപ്റ്റനോ കമാൻഡിൽ ഇരുന്ന ആൾക്കോ കോ പൈലറ്റിനോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അങ്ങനെ ഒരു സാഹചര്യം അത്രയും സമയത്തിനുള്ളിൽ, ഇതിപ്പം റൺവേയിലൂടെ പോകുന്ന സമയത്ത് ഇത് സംഭവിക്കില്ല, ഉയർന്നതിന് ശേഷം മാത്രം. ഉയർന്നതിന് ശേഷമുള്ള അത്രയും സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഇപ്പം നേരത്തെ ശ്രീ മാക്സിസ് പറഞ്ഞതുപോലെ തന്നെ ഈ 2 എഞ്ചിനുകളുടെയും ഈ ഇന്ധന നിയന്ത്രണ സംവിധാനം 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള സമയമൊക്കെ ഇവർക്ക് കിട്ടിയിരുന്നു എന്ന് വിചാരിക്കുന്നത് പ്രായോഗികമാണോ? തീർച്ചയായും അല്ല. ഞാൻ മിസ്റ്റർ OV മാക്സിസ് പറഞ്ഞതിനോടും മിസ്റ്റർ ചെറിയാൻ പറഞ്ഞതിനോടും യോജിക്കുന്നു. ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇതൊരു മാൻമെയ്ഡ് അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആക്ടിവേറ്റ് ചെയ്തൊരു ക്രാഷാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. അതിനുള്ള സമയം ഇപ്പോൾ മിസ് മാധു പറഞ്ഞതുപോലെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അവിടെ. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിന് ഓരോ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം 37 സെക്കൻഡുകൾക്കകം എല്ലാം കഴിഞ്ഞു. ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിപ്പോഴും ഒരു ക്വസ്റ്റ്യനായിട്ട് അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ഫുൾ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിലോട്ട് എത്താൻ കഴിയത്തുള്ളൂ. പിന്നെ ഈ ഹ്യൂമൻ എറർ ഉണ്ട്, അതൊരു സത്യമാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇന്ന് ഒരു കോംപ്ലക്സ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം മനുഷ്യന് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാൻഫോർഡിലും ഓക്സ്ഫോർഡിലും എല്ലാം അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അത് ഏവിയേഷനിൽ ഹ്യൂമൻ ഫാക്ടേഴ്സ് വളരെ ഒരു ത്രസ്റ്റ് ഏരിയ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി പൂർണ്ണമായിട്ടുള്ള ഈ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും അതെല്ലാം വരും. നമുക്ക് ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഒരു 15 വർഷത്തെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ 2015 ജർമ്മൻ വിങ്സിൽ ഒരു പൈലറ്റ് ക്രാഷ് ചെയ്തു, MH370 2014. ഇനി 2022 ചൈനീസ് ഈസ്റ്റേൺ എയർലൈൻസിൻ്റെ ഒരു ബോയിങ് 737. ആ ക്രാഷ് എന്ന് പറഞ്ഞാൽ 21,000 ഡയറക്റ്റ് വെർട്ടിക്കലി ഡൗൺ ആയിട്ട്. അത് ഒരിക്കലും സാധിക്കാത്തതാണ് ഒരു എയർക്രാഫ്റ്റിന്. ഒരു എയ്റോപ്ലെയിൻ ഒരിക്കലും വെർട്ടിക്കലി ഡൗൺ വരില്ല, എയറോഡൈനാമിക് റീസൺ കാരണം അത് വരില്ല. അപ്പോൾ അതെല്ലാം ഉണ്ട്, നമുക്ക് ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് നമ്മളത് നിഷേധിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. പക്ഷേ ഈ ഒരു ആക്സിഡൻറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു സാധ്യത നമുക്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാം. ശരി, ശ്രീ ഷാബു പ്രസാദ്, നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ 260ഓളം ജീവനുകൾ ഇല്ലാതായ ഒരു സംഭവം, അതിനെ തുടർന്ന് നമ്മുടെ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫ്ലറിഷിംഗ് ആണ് എന്ന് നമ്മൾ വലിയ തോതിൽ അഭിമാനപ്പെടുന്ന ഒരു മേഖലയാണ്. ആക്സിഡന്റിന്റെ സാധ്യതയാണെങ്കിൽ പോലും ഏറ്റവും കുറവാണ് വ്യോമയാന മേഖലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്നുള്ളത് പ്രധാനമാണ്. അത്രമേൽ ഡെഡിക്കേറ്റഡ് ആയ, അത്രമേൽ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ്, അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന, ജീവനുകളാണ് കൊണ്ടുപോകുന്നത് എന്ന് നല്ല ഉറച്ച ബോധ്യമുള്ള എക്സ്പേർട്സ് ആണ് അത് നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം കൃത്യമാണ്. അവിടെയാണ് നമ്മൾ അഭിമാനത്തോട് കൂടെ കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയുടെ ഭാഗമായ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന്, എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുന്നത്. അതേ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി, അത് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളോ അന്വേഷണമോ എല്ലാം ആകട്ടെ അന്താരാഷ്ട്ര ഏജൻസികളുമായി ക്ലബ് ചെയ്ത് തന്നെയാണ് അതിന്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷെ കൃത്യമായ കാരണം കണ്ടെത്തുക, അത് ജനങ്ങളെ ബോധിപ്പിക്കുക എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. സ്പെക്കുലേഷൻസ് പാടില്ല എന്നുള്ളത് പൂർണ്ണമായും അംഗീകരിക്കുമ്പോഴും ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്, ആളുകളോട് പറയാൻ പോന്നതാണ്? മാധു, നമുക്കൊക്കെ വിശ്വസിക്കാൻ താല്പര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടം, അതായത് കാര്യം ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ഹ്യൂമൻ എറർ ഇല്ല എന്ന് തന്നെ, അങ്ങനെ തന്നെ കരുതാനാണ് എൻ്റെയും ഇഷ്ടം, എൻ്റെയും താല്പര്യം അത് തന്നെയാണ്. നോക്കൂ, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ 2 വിമാനാപകടങ്ങൾ, വലിയ വിമാനാപകടങ്ങൾ, ഒന്ന് മംഗലാപുരത്തേതും മറ്റൊന്ന് കോഴിക്കോട്ടേതുമായിരുന്നു. ഈ 2ഉം ടേബിൾ ടോപ്പ് റൺവേ ആണ്. ഇത് 2ഉം സംഭവിച്ചത് പൈലറ്റിൻ്റെ എറർ കൊണ്ടായിരുന്നു. പക്ഷേ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ, ആദ്യം പുറത്തു വന്ന നിഗമനങ്ങൾ, അത് വിമാനത്തിൻ്റെ സാങ്കേതിക അല്ലെങ്കിൽ ATC എന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം, ഇതൊക്കെ തന്നെയായിരുന്നു. കോഴിക്കോട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ആ പൈലറ്റാണെങ്കിൽ എയർഫോഴ്സ് പൈലറ്റായിരുന്നു അദ്ദേഹം. അത്രമാത്രം പരിചയസമ്പന്നനായ പൈലറ്റായിരുന്നു അദ്ദേഹം.
പക്ഷേ മഴയുള്ള ആ അന്തരീക്ഷത്തിൽ ഇവിടെ ആ വിഷ്വൽ അബറേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന ATCയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി റൺവേയുടെ നടുവിൽ അത് കഴിഞ്ഞിട്ടാണ് ടച്ച് ഡൗൺ ചെയ്തത്. വിമാനം നിർത്താനായില്ല. ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് വിമാനം താഴെ പോകുമായിരുന്നു. കോഴിക്കോട്ട് ഉണ്ടായത് ഏതാണ്ട് സമാനമായ അപകടമായിരുന്നു മംഗലാപുരത്തും നടന്നത്. പക്ഷേ അത് കുറച്ചു കാലം കഴിഞ്ഞ് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് രണ്ടും പൂർണ്ണമായിട്ടും പൈലറ്റിൻ്റെ എററാണെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു, അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ അപകടമുണ്ടായി ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളെല്ലാവരും, കാര്യം ആ ഒരു മാനവികതയുടെ മൂല്യം കൊണ്ടാണ്. ഒരിക്കലും അത് അങ്ങനെ സംഭവിക്കില്ല. ഒരു പൈലറ്റിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇത്രയും പരിചയസമ്പന്നനായ ഒരു പൈലറ്റിന് അങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ബൈ ഡിഫോൾട്ട് ഞാനും മാധവും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ചിന്തിക്കുക. ഈ ഒരു മാസം മുമ്പ് ഈ അപകടം ഉണ്ടായപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കണ്ടതാണ് എൻജിൻ രണ്ടും ഫെയിലായി എന്നുള്ളത് ഉറപ്പായി. കാര്യം അതിൻ്റെ റാറ്റ് താഴേക്ക് വന്നിരുന്നു. റാറ്റ് താഴേക്ക് വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ നിന്ന് വിമാനത്തിലേക്കുള്ള എല്ലാ വൈദ്യുത ബന്ധങ്ങളും നിലയ്ക്കുമ്പോൾ എമർജൻസി ആയിട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് റാറ്റ്. ആ റാറ്റ് താഴേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻജിൻ നിന്നു എന്ന് തന്നെയാണ്. അതുമാത്രമല്ല പൈലറ്റിൻ്റെ മെയ്ഡേ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു. നോ ത്രസ്റ്റ് എന്ന് പറയും. ത്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഒന്നും തന്നെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എഞ്ചിനും കൂടി എങ്ങനെ ഫെയിലായി എന്നുള്ളത്. അത് അസംഭവ്യമാണ്. 2 എഞ്ചിനും കൂടി ഒരുമിച്ച് ഫെയിലാവുക എന്നുള്ളത്. അതിന് 2 സാധ്യതകളാണ്. ശ്രീ ശാന്തപ്രസാദ്, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, അത് വളരെ സാങ്കേതികമായി സംഭവിച്ചതാകാനല്ലേ സാധ്യത എന്നുള്ളത്. അവിടെ കമാൻഡിലിരിക്കുന്ന പൈലറ്റ് ഉണ്ട്, കോ പൈലറ്റ് ഉണ്ട്, ഇത് മോണിറ്റർ ചെയ്യുന്ന മുതിർന്ന പൈലറ്റ് ഉണ്ട്. ഇതിൽ ഒരു എഞ്ചിനുമായി ബന്ധപ്പെട്ട ഒരു ഹ്യൂമൻ എറർ ഉണ്ടായാൽ പോലും അത് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ രണ്ടാമതൊന്നും ആവർത്തിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു പൈലറ്റിന്റെ പിഴവ് എന്ന് കാണാൻ കഴിയുകയുള്ളൂ. നോക്കൂ, ഞാൻ പറയാതെ അല്ല, ഞാനതിനെ അടിവരയിട്ട് പോകുകയല്ല. നമ്മൾ ആ ലോജിക്കലി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതൊക്കെ ഈ 2 സ്വിച്ചുകളും അടുത്തടുത്താണുള്ളത്. പറഞ്ഞില്ല, വലതുവശത്തും ഇടതുവശത്തുമാണ് ഈ സ്വിച്ചുകളുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഏവിയേഷനിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാനൊരു ഇതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ശാസ്ത്ര വിദ്യാർത്ഥി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകാം, ക്ഷമിക്കുക. എങ്കിലും ഞാൻ പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊണ്ട് ഈ ടേക്ക് ഓഫ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പൈലറ്റുമാരും എക്സ്ട്രീംലി എൻഗേജ്ഡ് ആണ്. റൺവേയിൽ കൂടെ വിമാനം ഓടിത്തുടങ്ങുന്നു. അത് ടേക്ക് ഓഫിനുള്ള ആ സ്പീഡ് 160 നോട്ട് അത് എത്തുന്നു. ഫ്ലാപ്പുകൾ താഴേക്ക് വരുന്നു. അത് ആ ത്രസ്റ്റ് അക്വയർ ചെയ്ത് അത് മുകളിലേക്ക് ഉയരുന്ന കഷ്ടിച്ചൊരു 200-300 അടി എത്തുമ്പോൾ ഇതിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ പിൻവലിയുന്നു. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ആയിട്ട് ഈ 2 പേരും ഒരേപോലെ എൻഗേജ്ഡ് ആണ്. ഓവറോൾ ഇൻചാർജ് എപ്പോഴും ക്യാപ്റ്റന് തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇതിനിടയിൽ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞ മഹാഭാപമാണെങ്കിൽ ക്ഷമിക്കുക പറഞ്ഞല്ലേ. ഈ ഒരു പൈലറ്റ് ചെയ്യുന്നത് മറ്റേ പൈലറ്റ് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ശ്രദ്ധിച്ചോളണമെന്നില്ല. ആ എൻജിൻ 1, 2 ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്നത്. കാര്യം 1 കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞ് മറ്റേത് ഓഫ് ആവാനുള്ള സാധ്യതയില്ല. അതിന് മിനിമം 4 സെക്കൻഡ് എടുക്കേണ്ടി വരും. അതൊക്കെ ഇനി കൂടുതൽ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെ. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ജേക്കബ് ഫിലിപ്പ്, അങ്ങേക്ക് കേൾക്കാമോ? ഇല്ലെങ്കിൽ മറ്റൊരു സാധ്യത മറ്റൊരു സാധ്യത ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ട്. ആ സെൻട്രൽ സിസ്റ്റത്തിന് എന്തോ പരാജയപ്പെട്ടു, അതിന്റെ സോഫ്റ്റ്വെയർ ഫെയിലിയർ ഉണ്ടായി. അങ്ങനെയും സംഭവിച്ചതാകാം. ശരി, ശ്രീ ജേക്കബ് ഫിലിപ്പ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബന്ധപ്പെട്ട വിശദീകരണം, അതായത് എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇത് മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മേഡേ കമ്മ്യൂണിക്കേഷൻ ഒഴികെയുള്ള കാര്യങ്ങളിൽ ട്രസ്റ്റ് ഇല്ല എന്നതടക്കമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ATCയുമായി നടക്കുന്നതിനിടയിൽ ഇവർ തമ്മിലുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് ആകെ പുറത്തു വന്നിരിക്കുന്ന ഇത് മാത്രമാണ്. അതിൽ നിന്നൊരു നിഗമനം എന്ന നിലയ്ക്ക് പോകുന്നത് കുറച്ച് കടന്ന കൈയായി പോകും അല്ലേ? ഈ എപ്പോഴത്തേക്ക് ഇങ്ങനെ അതായത് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു, അതിന്റെ വിശകലനവും മറ്റ് വിവരങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴത്തേക്ക് പുറത്തു വരും?
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കമ്മ്യൂണിക്കേഷനിൽ ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ വളരെ എസെൻഷ്യലായ കാര്യങ്ങൾ മാത്രമേ അവർ എഴുതിയിട്ടുള്ളൂ. വളരെ എസെൻഷ്യലായ കാര്യങ്ങൾ മാത്രം. അപ്പൊ അതില് നിങ്ങൾ എന്തിനാണ് അത് ഓഫ് ചെയ്തതെന്നുള്ള ചോദ്യം വളരെ എസെൻഷ്യലായ ഒരു കാര്യം തന്നെയാണ്. ആ ചോദ്യത്തിന്റെ അർത്ഥം ഒരു പൈലറ്റ് ഓഫ് ചെയ്തു എന്ന് മറ്റേ പൈലറ്റ് വിശ്വസിക്കുന്നുള്ളതല്ലേ അർത്ഥം. അപ്പോ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി. മാനുവലായിട്ടാണ് ചെയ്തതെന്ന് മറ്റേ പൈലറ്റ് വിചാരിക്കുന്നുമുണ്ട്. അതൊരു വളരെ ക്രൂഷ്യലായ ഇൻഫർമേഷനാണ്. ഇതുമായിട്ട് യോജിച്ചു പോകുന്നതാണ് ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ കിട്ടിയ വിവരങ്ങൾ. ആ വിവരങ്ങളിൽ പറയുന്നത് ഈ ഒരു എഞ്ചിൻ ഓഫായി, ആദ്യം 1-ാം നമ്പർ എഞ്ചിന്, പിന്നെ 2-ാം നമ്പർ എഞ്ചിന് ഓഫായി എന്ന് ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ കിട്ടിയ വിവരങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് ഈ ചോദ്യം. അതുകൊണ്ടാണ് അവരെ ചോദ്യം എഴുതിയിരിക്കുന്നത്. അതായത് ഈ എഞ്ചിൻ ഓഫ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വസ്തുതയാണ്. അതൊരു പൈലറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരാൾ വിശ്വസിക്കുന്നത് എന്ന് എന്നും അങ്ങ് കരുതുന്നു. അതിൽ നിന്ന് മാത്രം. അതെ. കാര്യം ഈ വിമാനത്തിന്റെ ആ ഒരു ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ആ ഒരു ആൾട്ടിറ്റ്യൂഡ് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഈ 2 എഞ്ചിനുകളും ഓഫ് ചെയ്യില്ല. കാര്യം നമ്മൾ ഈ എഞ്ചിൻ ഓഫ് ചെയ്താൽ ഉടൻ തന്നെ ഓൺ ചെയ്താലും 2.5 മിനിറ്റ് കഴിയാതെ എഞ്ചിന് പഴയ സ്ഥിതിയിലെത്തില്ല. നല്ല ഹൈറ്റിലാണെങ്കിൽ ഇവർക്ക് ഈ 2.5 മിനിറ്റ് കൊണ്ട് ഗ്ലൈഡ് ചെയ്തിരിക്കാൻ താഴോട്ട് വരാൻ കുറെ സമയമുണ്ട്. ഈ 400 അടി പൊക്കത്തിൽ ഒന്നിനും സമയമില്ല. അതുകൊണ്ട് വിമാനത്തെ പറ്റി എന്തെങ്കിലും ബോധമുള്ള ഒരു പൈലറ്റും ആ ഓൾട്ടിറ്റ്യൂഡിൽ 2 എഞ്ചിന് ഓഫ് ചെയ്യില്ല. ആ ഓഫ് ചെയ്താൽ ഉടനെ തന്നെ ഓൺ ചെയ്താലും ഇറ്റ് ഈസ് ഡൂംഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇനി രക്ഷപ്പെടാനുള്ള സമയമില്ല, ഒരു കാരണവശാലും ഇല്ല. അതാണ് വാസ്തവം. ശരി ശ്രീ ജേക്കബ് ഫിലിപ്പ്, ഞാൻ അങ്ങനെയൊക്കെ ഒരിക്കൽ കൂടി വരാമെന്ന് വിചാരിക്കുന്നു. ശ്രീ മാക്സിസ്, അതായത് ഇതിനൊരു നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഹ്യൂമൻ എററിനുള്ള സാഹചര്യമില്ല, അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നും പറയുന്നു. ഒരു സോഫ്റ്റ്വെയർ ഫെയിലിയർ ആണ് എന്നാണ് വന്നത് എങ്കിൽ അതിനോട് റിയാക്ട് ചെയ്യാനുള്ളൊരു സമയവും ഉണ്ടാവുകയില്ല. ഇപ്പോൾ മേഡ കമ്മ്യൂണിക്കേഷന് മുൻപായിരിക്കില്ലേ ഈ പൈലറ്റുമാർ തമ്മിലുള്ള ആശയവിനിമയം ഉണ്ടാവുക? അങ്ങനെയാണ് എങ്കിൽ ട്രസ്റ്റ് ഇല്ല എന്നതിനപ്പുറത്തേക്ക് ഒരു എറർ ഉണ്ടായി എന്നതായിരിക്കില്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഞാൻ ജേക്കബ് ഫിലിപ്പ് വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഏവിയേഷൻ പ്രൊഫഷണലാണ്. ഏവിയേഷനിൽ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് ശക്തമായ വിയോജിപ്പാണുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് സാധാരണഗതിയിൽ വിമാനം ഗ്രൗണ്ടിൽ വന്ന് ഏപ്രിലിൽ പാർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്യൂൽ കട്ട് ഓഫ് ചെയ്ത് എൻജിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്വിച്ച് ഉപയോഗിക്കുക. അല്ലാത്ത അത് ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ പെട്ടെന്ന് ഇത് വിമാനം പൊങ്ങി ഒരു 10-16 സെക്കൻഡ് കഴിയുമ്പോൾ ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ 10 സെക്കൻഡുള്ളിൽ ഇത് പൈലറ്റ് ഏത് പൈലറ്റാണ് നോട്ട് ചെയ്ത് എന്ന കാര്യത്തിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. കാരണം ആ വിമാനം പറപ്പിച്ചിരുന്ന കോ പൈലറ്റാണ്, ക്യാപ്റ്റൻ മോണിറ്ററിംഗ് പൈലറ്റായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ കോ പൈലറ്റ് ക്യാപ്റ്റനോട് പറഞ്ഞതാണോ അതോ ക്യാപ്റ്റൻ കോ പൈലറ്റിനോട് പറഞ്ഞാണോ എന്ന ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഇതൊരു സ്വാഭാവികമായ റിയാക്ഷൻ മാത്രമാണ്. പെട്ടെന്ന് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം. പെട്ടെന്ന് സ്വിച്ച് 2 എണ്ണം ഒരേപോലെ ഓഫാകുക എന്ന് പറയുമ്പോൾ പൈലറ്റ് ഇപ്പം കോ പൈലറ്റാണ് ഈ വിമാനം പറപ്പിച്ചതെങ്കിൽ ഒരുപക്ഷെ അയാളായിരിക്കും ഇത് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ടാകുക, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും അങ്ങനെ സംഭവിക്കുക. പെട്ടെന്നൊരു റിയാക്ഷനാണ്. അതായത് പെട്ടെന്ന് ആരെങ്കിലും ഓഫ് ചെയ്തോ, കാരണം ആ സ്വിച്ചിൻ്റെ ഭയങ്കരമായുള്ള സേഫ്റ്റി മെക്കാനിസം ഉള്ളൊരു സ്വിച്ചാണത്. അത് തൊട്ടാലോ അല്ലെങ്കിൽ ഇളകിയാലോ ഒന്നും ആ എന്താ പറയുക കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോകില്ല. മേലോട്ട് വലിച്ചാൽ മാത്രമേ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിലുള്ള റിയാക്ഷൻ നോക്കൂ. അപ്പൊ പെട്ടെന്ന് ഇതെന്തിനാ ഓഫ് ചെയ്തത് എന്ന് ചോദിച്ച് നാച്ചുറൽ റിയാക്ഷനാണ്. അപ്പൊ ആ പൈലറ്റ് പറയുന്നത് ഐ ഡിഡ് ഡു ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടോ? നേരെ മറിച്ചിട്ട് ഏതൊരു പൈലറ്റിനും അറിയാം ഈ വിമാനം വെറും ഏകദേശം 440 ഫീറ്റ് ഉയരത്തിൽ, എയർപോർട്ടിൽ നിന്ന് 440 ഫീറ്റ്, 625 പോയിന്റ് 150 ഫീറ്റ് എയർപോർട്ട് എലിവേഷൻ മൈനസ് ചെയ്താൽ 440 ഫീറ്റാണ് ഈ വിമാനം പറന്നിരിക്കുന്നത്.
ഈ 440 ഫീറ്റ് സമയത്ത് ഈ സ്വിച്ച് ഓഫ് ഒരെണ്ണം ഓഫായാൽ തന്നെ ക്രിട്ടിക്കലാണ്, പവർ ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ എയർക്രാഫ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു പൈലറ്റും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നത് സൂസൈഡലാണ്. ആ സൂസൈഡൽ തൻ്റെ ജീവൻ പണയം വെച്ച് അങ്ങനെ അത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നമുക്കാവുന്നില്ല. അതൊരു സൂസൈഡ് അറ്റംപ്റ്റ് മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു മനസ്ഥിതിയിലാണ് പൈലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ പറയില്ല, ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് എന്ന് പറയില്ല. അയാളുടെ റിയാക്ഷൻ മറ്റൊന്നാകുമായിരുന്നു. പിന്നെ രണ്ടാമത് 10 സെക്കൻഡിനുള്ളിൽ ഈ കോ പൈലറ്റും പൈലറ്റും കൂടിയിട്ട് ആദ്യത്തെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഏകദേശം 4-5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത എഞ്ചിൻ ഓൺ പൊസിഷനിലേക്ക് മാറ്റി. ഇത് റിക്കവർ ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും അവർ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വിമാനങ്ങളൊക്കെ, മോഡേൺ വിമാനങ്ങളൊക്കെ പറക്കുന്നത് ഫ്ലൈ വയർ എന്ന ടെക്നോളജി, അതായത് എല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്. അതെല്ലാം ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ചിൻ്റെ ആ ഒരു കമാൻഡ് അവിടുത്തെ മൈക്രോ പ്രോസസ്സറിൽ പോയി ആ മൈക്രോ പ്രോസസ്സ് അതിൻ്റെ ആൽഗരിതം വെച്ചിട്ട് മറ്റ് അതിൻ്റെ സ്വിച്ചിനെ, അതിൻ്റെ എന്താ പറയുക, പമ്പിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണ്. അതിൻ്റെ ആ മോഡ്യൂളിനെ ആക്ടിവേറ്റ് ചെയ്യിച്ചിട്ട് ആണ് ഈ ഫ്യൂൽ എഞ്ചിനിലേക്ക് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഡിലേ ഉണ്ട്. സാധാരണ ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ സിസ്റ്റം ഡിലേ 5 to 8 സെക്കൻഡ് സിസ്റ്റം ഡിലേ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൂടാതെ എൻജിൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് അത് അത്രയും പവർ ഗെയിൻ ചെയ്യുന്നതിന് ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ പൈലറ്റ് സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചതാണ്, ഏറ്റവും ചുരുങ്ങിയത് 1/2 മിനിറ്റെങ്കിലും വേണമെന്നാണ് പറയുന്നത് RPM ഗെയിൻ ചെയ്യുന്നതിന്. ആ 1/2 മിനിറ്റ് സമയം എയർക്രാഫ്റ്റ് ഫ്ലോട്ട് ചെയ്തിട്ടില്ല. കാരണം ഈ എൻജിൻ ഫെയിലിയർ ഉണ്ടായ അതിന് ശേഷം ഏകദേശം 10-12 സെക്കൻഡ് മാത്രമാണ് വിമാനം എയറിൽ നിന്നിട്ടുള്ളൂ. ഈ ലാസ്റ്റ് മൊമെന്റിൽ ഒരു എഞ്ചിൻ സ്റ്റാർട്ടപ്പ് ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ആ സ്റ്റാർട്ടപ്പ് ചെയ്ത് അതിന് ഇനഫ് പവർ ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും എയർക്രാഫ്റ്റ് ഓൾറെഡി തൊട്ടടുത്തുള്ള മരങ്ങളിലും ബിൽഡിങ്ങിലൊക്കെ ഇടിച്ചിരുന്നു. എനിക്ക് തോന്നുന്നില്ല അതൊരു പൈലറ്റ് ഇൻറ്റൻഷനലി ചെയ്തതാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ഇത്തരം സാഹചര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടി നമ്മളോട് തന്നെ ചേർത്ത് വായിക്കേണ്ടത്. ഈ പറയുന്ന ഫെഡറൽ ഏവിയേഷൻ FAAയുടെ അഡ്വൈസറി സർക്കിളിൽ 2 റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഈ സ്വിച്ച് ഇങ്ങനെ ഡിസെൻഗേജ് ആകാനുള്ള ഒരു പ്രോബബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ അതിൻ്റെ റെക്കമെൻഡേഷൻ 2 എന്ന് പറഞ്ഞാൽ ഈ ബോയിങ് എല്ലാ മോഡൽ വിമാനങ്ങളുടെയും ഈ സ്വിച്ച് ഏകദേശം ഐഡന്റിറ്റിക്കലാണ്. അതുകൊണ്ട് അതിൽ ഒരു പർട്ടിക്കുലർ ഡിസൈൻ സ്വിച്ച്, അതിനൊരു നമ്പർ പറഞ്ഞിട്ടുണ്ട്, PN76AT613-3D എന്നുള്ള ആ സ്വിച്ചിനാണ് തകരാറുള്ളത്. അത് ബോയിങ് കമ്പനി, ഹണിബൽ എന്നുള്ള കമ്പനിയാണ് ഈ സ്വിച്ച് മാനുഫാക്ചർ ചെയ്യുന്നത്. അവിടുന്ന് ബോയിങ് പ്രൊക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്വിച്ച് ഉള്ള വിമാനങ്ങൾ അത് മാറ്റിയിട്ട് വേറൊരു സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്വിച്ച് എൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് PN76 ആൽഫ ടാങ്കോ 614-3D അത് വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്വിച്ചിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. അത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ സേഫ്റ്റി കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു അഡ്വൈസറി സർക്കുലർ തന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ചാൻസ് ഓവർലുക്ക് ചെയ്തിട്ട് നമ്മൾ ഈ എന്താ പറയുക, പൈലറ്റിൻ്റെ ഈ ഒരൊറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ, അതായത് വൈ ഡിഡ് യു സ്വിച്ച് ഓഫ് എന്നുള്ള ചോദ്യം, അതൊരു നാച്ചുറൽ റിയാക്ഷനാണ്. കാരണം ഇത് സാധാരണഗതിയിൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അസാധ്യമാണ്. ശരി ശ്രീ മാക്സിസ്, ഞാൻ വരാം, മറ്റതികളിലേക്കും കൂടി വരാം. നമുക്കൊരു ഒരിടവേള, തിരിച്ചു വരാം. തിരികെ സ്വാഗതം. ചർച്ചയിൽ ശ്രീ വി ടീച്ചറെ, ഇപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരാത്തതോ അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കട്ടെ അല്ലേ, ആ ഒരു ഏരിയ തന്നെയാണിത്. ഇതിനെ തുടർന്ന് പിന്നീട് നമുക്ക് ഈ കപ്പലപകടങ്ങളുടെ ഒരു തുടർച്ചയുണ്ടായി. അപ്പോഴൊക്കെ ഈ എക്സ്പേർട്സുമായി നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഈ അപകടം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരൊറ്റ ലിവർ അത് അങ്ങനെ പെട്ടെന്നൊന്ന് തട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു പെട്ടെന്ന് മാറുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ വിശദീകരണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ദേശീയ മാധ്യമങ്ങളിലടക്കം വന്നിരിക്കുന്ന ഒന്ന്. അത് വളരെ ബോധത്തോടെ, അത് പ്രത്യേകിച്ചും ഈ പെഡലൊക്കെ എടുക്കുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാൻ മുതിർന്ന ആളോട് ആവശ്യപ്പെട്ടതിന് ശേഷം എന്നൊക്കെയാണ് പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നു. അത് അങ്ങനെ തന്നെ പ്രാബല്യത്തിൽ വരാറുണ്ടോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്? 100% ഒരു വിമാനം ക്യാപ്റ്റൻ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഏരിയയുടെയും ഒരു കൺഫർമേഷൻ, ഈ ഫ്ലൈറ്റ് സേഫ് ആണെന്നുള്ളൊരു കൺഫർമേഷൻ, അതിന് ഫ്ലൈറ്റ് റിലീസ് ഫോം എന്ന് പറയും. അത് അവസാനമായിട്ട് ഡ്യൂട്ടി മാനേജർ സൈൻ ചെയ്ത് കമാൻഡറെ ഏൽപ്പിച്ച് കമാൻഡർ ആക്സെപ്റ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് ഒന്ന് ഫ്ലൈറ്റിൽ പോവും, 2 ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഫയൽ ചെയ്യും, 1 ഡിപ്പാച്ചർ എയർപോർട്ടിൽ ഫയൽ ചെയ്യും. ഇത് മാൻഡേറ്ററിയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ മാത്രമല്ല ഇത് സൈൻ ചെയ്യുന്നത്. 10-16 യൂണിറ്റ്സ് അവരവരുടെ ഏരിയ പെർഫെക്റ്റ് ആണെന്ന് 100% അവർ അംഗീകരിച്ചു കൊണ്ടുള്ള സിഗ്നേച്ചറാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആയിരക്കണക്ക് ഫ്ലൈറ്റ് സൈൻ ചെയ്ത് വിട്ടതുകൊണ്ട് എനിക്കറിയാം 100% എല്ലാവരും ഈ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റി ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. കേറ്ററിംഗുകാർ അവരുടെ സിഗ്നേച്ചർ തരും, സെക്യൂരിറ്റി അവസാനമായിട്ട് അവരുടെ സിഗ്നേച്ചർ തരും, ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സിഗ്നേച്ചർ തരും, കൊമേർഷ്യൽ അവരുടെ സിഗ്നേച്ചർ തരും. ഇതെല്ലാം വരുന്ന സ്ഥിതിക്ക് മറ്റൊരു യാത്രാ മേഖലയും പോലല്ല, ട്രെയിനോ ബസ്സോ കപ്പലോ പോലല്ല, ഏറ്റവും പെർഫെക്റ്റായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്ങിന് പോകും. ട്രെയിനിങ്ങിന് മിനിമം 80% വാങ്ങിച്ചാലേ പാസ്സാകത്തുള്ളൂ. 79 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫെയിൽഡ് എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും വിടുകയാണ്. ഇതെല്ലാം കമ്പനി ചെലവ് ചെയ്ത് സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ച് ചെയ്യണമെങ്കിൽ ഒരിക്കലും അങ്ങനെ വരത്തില്ല. ഹ്യൂമൻ എറർ പോസിബിളാണ്, പക്ഷേ ആ കോക്പിറ്റിലുള്ള ആരും ഇല്ലാത്തടത്തോളം നമ്മളത് പറയുന്നതും തെറ്റാണ്. അവരുടെ ജീവിതം പോയി, അവരുടെ ഫാമിലി ഈ ചർച്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്ലെയിം ചെയ്യുന്നത് ഞാൻ യോജിക്കില്ല. ഞാൻ ഈ ചർച്ചകളൊക്കെ കണ്ടപ്പോഴും എനിക്കത് ദുഃഖം തോന്നി. കാര്യം ഒരാൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി വന്ന് ഒരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ അതിന് പോസിബിലിറ്റി കുറവാണ്. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ. 99% അതിന് സാധ്യതയില്ല. കാര്യം അവർ ടിപ്പായിട്ട് ഒരുങ്ങി വരുന്നവരാണ്. എന്നാൽ ഇവർക്ക് മാനസിക പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പം ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഹെൽത്ത്, അവരുടെ ഹൈറ്റ്, അവരുടെ വെയ്റ്റ്, അവരുടെ കഴിക്കുന്ന ആഹാരം, ഇതൊക്കെ ഗൈഡ് ചെയ്താണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പോകുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കൊമേർഷ്യൽ സ്റ്റാഫ് പോലും അന്നങ്ങ് ലീവ് എടുക്കും. വീട്ടിലാർക്കെങ്കിലും സുഖമില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ലീവ് അത് എലൗഡാണ്. ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് ടു വർക്ക് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാരണ്ടീഡാണ്. ദേ ക്യാൻ ടേക്ക് ലീവ്, സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച് ചെയ്യും. അങ്ങനെ വരുന്ന സ്ഥിതിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ചർച്ചയാണെങ്കിലും അനേകരും ഈ ഫീൽഡിലുള്ളവർ ആഗ്രഹിക്കുന്നത് തന്നെ അങ്ങനെ ഒരു സാധ്യത കുറവാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ കോട്ട് ചെയ്ത് പലരും ഡിസ്കസ് ചെയ്തല്ലോ. അങ്ങനെ ഈ ഒരു പ്രത്യേക വിമാനത്തിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതും പോസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം 1990-കളിൽ അന്നത്തെ ഇന്ത്യൻ എയർലൈൻസ് 112 വിമാനമാണെന്ന് തോന്നുന്നു ഒന്നിച്ച് വാങ്ങിച്ചത്. A320 വിമാനം. അത് ഫ്ലൈ ബൈ വയർ എന്നും പറഞ്ഞ് വന്ന കാലം. അത് ഒരെണ്ണം ക്രാഷ് ചെയ്തപ്പോൾ അന്ന് എല്ലാ എയർക്രാഫ്റ്റും ഗ്രൗണ്ട് ചെയ്തു. ദ എൻറ്റയർ ഫ്ലീറ്റ് ഗ്രൗണ്ട് ചെയ്ത് വർഷങ്ങൾ കിടന്ന് മാസങ്ങൾ ഇതിൻ്റെ എൻക്വയറി കഴിഞ്ഞാണ് ഓരോന്ന് റിലീസ് ചെയ്ത് വന്നത്. അതുകൊണ്ട് നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി ഇന്ത്യയിൽ മെറ്റിക്കുലസ് ആയിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ പ്രാഥമിക റിപ്പോർട്ട് 15 പേജ് വന്നെങ്കിലും ഇനി എയർ ഇന്ത്യയുടെ ഇൻ്റലിജൻസിൻ്റെ, എയർ ഇന്ത്യയുടെ വിജിലൻസിൻ്റെയും എൻക്വയറി വരുന്നുണ്ട്, സെക്യൂരിറ്റിയുടെ വരുന്നുണ്ട്, DGCയുടെ വരുന്നുണ്ട്, BCSൻ്റെ വരുന്നുണ്ട്, ഐക്കാവോയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് പല യൂണിറ്റ്സിൻ്റെ. ഇതെല്ലാം വരുമ്പോഴേ ഒരുവിധം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ എന്തായിരിക്കും സംഭവിച്ചത്. ഇന്നത്തെ ഈ റിപ്പോർട്ട് വെച്ചിട്ട് 15 പേജ് റിപ്പോർട്ട്, അതിൻ്റെ നമ്മളിപ്പോൾ LKGയിലെ ഒരു സ്റ്റുഡൻറ്റ് എന്ത് പഠിച്ചു അതുപോലെ ഉള്ളൂ. ഇനി കിടക്കുന്നു 10ാം സ്റ്റാൻഡേർഡ് പാസ്സാകാനും 12ഉം ഡിഗ്രിയും പോലെ ഈ എൻക്വയറിയുടെ കാലങ്ങൾ നീളും. അനേക വിദഗ്ധർ ഇതിനകത്തുണ്ട്. പലരുടെ ഇൻപുട്സ് ഇട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ളതൊക്കെ വെച്ച് പല കേസ് സ്റ്റഡികളിൽ കൂടെ നമുക്കൊരു ക്ലാരിറ്റി വരത്തുള്ളൂ. ഓക്കെ, ശ്രീ ജേക്കബ് ഫിലിപ്പ്, ഇപ്പോൾ എയർ ഇന്ത്യ ഇനി പർച്ചേസ് ചെയ്യാനിരിക്കുന്ന ഫ്ലൈറ്റുകളടക്കം ബോയിങ്ങിൻ്റേതാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി കണ്ടു. അപ്പോൾ എയർ ഇന്ത്യ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ബോയിങ് വിമാനങ്ങളെക്കുറിച്ച്, എയർ ഇന്ത്യ വിമാനം തന്നെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഇതൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ അഭിമാനത്തിൻ്റെ, നമ്മുടെ ഏവിയേഷൻ മേഖലയിലെ ഉയർച്ചയുടെ ഒക്കെ വളരെ പ്രതീകമായ ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ് എയർ ഇന്ത്യ. പക്ഷേ ആളുകളിൽ വലിയ ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രം പുറത്തു വരുന്നത്, ഇപ്പോൾ ഈ പറയുന്ന പൈലറ്റുമാർ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പേരിൽ മാത്രം പുറത്തു വരുന്ന ചില വിവരങ്ങൾ എന്ന് പറയുന്നത് ബോയിങ്ങിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടൊരു വീണ്ടെടുക്കൽ ശ്രമമാണോ എന്നൊരു ആശങ്കയാണ്. എന്ന് വേണമെങ്കിൽ സംശയിക്കാം. പിന്നെ വേറെ കാര്യം, ആൾക്കാരുടെ പേടിയുടെ കാര്യം ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ 17-ന് യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ ബുക്ക് ചെയ്തത് എയർ ഇന്ത്യ തന്നെയാണ്. എയർ ഇന്ത്യ തന്നെ പോവുകയും ചെയ്യും. എനിക്ക് പേടിയൊന്നുമില്ല. അതൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞത്, ഈ തുടർച്ചയായിട്ട് കുറേ അപകടങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു വിമാന മാനുഫാക്ചറയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിമാനത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതിലൊരു അതിൽ ലോജിക്കില്ല.
പിന്നെ വേറെ കാര്യം, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് അല്ലെ കുറച്ച് മുമ്പ് അദ്ദേഹം എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞല്ലേ 1990 A320 ഗ്രൗണ്ട് ചെയ്ത കാര്യം, അത് ഒരു ബ്ലണ്ടർ ആയിരുന്നു. നമ്മുടെ രാജീവ് ഗാന്ധി കാണിച്ച ഏറ്റവും വലിയൊരു ബ്ലണ്ടർ ആയിരുന്നു അത്. കാര്യം നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഫ്ലൈബേ എയർബസ് ഒരെണ്ണം ക്രാഷ് ചെയ്തപ്പോൾ ആ ഒരു ബാച്ചിനെ മുഴുവൻ ഗ്രൗണ്ട് ചെയ്ത് നമ്മുടെ എയറിന്റെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കി അങ്ങേയറ്റത്തെ ഒരു മണ്ടത്തരമാണ് ചെയ്തത്. അതൊരിക്കലും നമ്മുടെ ഒരു ഏവിയേഷൻ സേഫ്റ്റിയുടെ ഒരു സൂചികയല്ല, ബുദ്ധിയില്ലായ്മയുടെ ബോധമില്ലായ്മയുടെ സൂചികയായിരുന്നു അത്. അത്രയും വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യപ്പെട്ടു, കോടിക്കണക്കിന് വരെ നഷ്ടമുണ്ടായി. പിന്നെ ഈ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ചൂടാറി കഴിഞ്ഞപ്പോൾ വീണ്ടും പറന്നു തുടങ്ങി. നമ്മുടെ ഭരണാധികാരികൾ പല കാലങ്ങളിൽ എടുക്കുന്ന തീരുമാനം സാങ്കേതികമായി മാത്രമല്ലല്ലോ, ജനങ്ങളുടെ വിശ്വാസവും സുരക്ഷയും ഒക്കെ വെച്ചിട്ടായിരിക്കില്ലേ? അല്ലല്ല, ഇത് ജനങ്ങളെ ഒപ്പീനിയൻ നോക്കിയിട്ട് തൂക്കിക്കൊല്ലുന്ന പോലെ ഇത് പ്യൂർലി ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണ് നോക്കേണ്ടത്. പിന്നെ വേറെ കാര്യം, എനിക്കിപ്പോൾ മാക്സിസ് പറഞ്ഞു, ഈ വിമാനം ഒരിക്കലും ഈ ഡ്രീം ലൈനർ വിമാനം ആകാശത്ത് വെച്ച് ഈ സ്വിച്ച് ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്, പൂർണ്ണമായിട്ടും തെറ്റാണ്. കാര്യം ഈ വിമാനത്തിന്റെ ഈ പൈലറ്റുമാരെ കൊടുക്കുന്ന ഒരു ക്വിക്ക് റെഫറൻസ് ഗൈഡ് ഉണ്ട്. അതിൽ പറയുന്നത് ഒരു എഞ്ചിൻ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ, എഞ്ചിൻ വർക്ക് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയർ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആണ്. അല്ല, അത് ആവശ്യത്തിനുള്ള ഉയരത്തിലാണെങ്കിലല്ലേ? ഇതിപ്പോ 10-600 അടി മാത്രമല്ലേ ഉള്ളൂ. അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ആകാശത്തിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഈ ഹൈറ്റ് വെച്ച് അത് ചെയ്തു എന്നുള്ളത് ഫാക്റ്റാണ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലുള്ള ചെയ്യുന്ന രേഖയാണത്. അത് പൂർണ്ണമായിട്ട് സത്യമാണ്. സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു. ഈ ഹൈറ്റിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ ചെയ്തു കഴിഞ്ഞു. അതാണ് അതിനുള്ള എല്ലാ സാധ്യതയും പരിഗണിക്കണം. സൂയിസൈഡ് പരിഗണിക്കണം, ഈ ആ സ്വിച്ചിനുള്ള ഇൻസിഡന്റ് കുഴപ്പങ്ങൾ പരിഗണിക്കണം, എല്ലാം പരിഗണിക്കണം. ഒന്നിനും മടിച്ചിട്ട് കാര്യമില്ല. പൈലറ്റിന്റെ ഫാമിലിയെ ഓർത്തിട്ടോ മനുഷ്യർക്ക് ഓർത്തിട്ടോ വരുന്നതിനായിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഒരു വസ്തുതകൾ മാത്രമേ ഉള്ളൂ. ആ വസ്തുതകൾ വെച്ചിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ള ക്ലിയർ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയും പഠിക്കുകയും എന്താണ് കണ്ടെത്തി അത് ക്ലിയർ ആയിട്ട് പറയുകയും വേണം. അതിനകത്ത് വേറെ ഒരു പരിഗണനയുടെ ഒരു കാര്യവും ഇല്ല. ഞാൻ പറയില്ല, ഞാൻ അടുത്ത ആൾ ചേരേണ്ടി ഫ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് ഈ 17-ാം തീയതി. അത് കേട്ടൊന്നും ഒരു ബന്ധവുമില്ല. നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ ഈ കാലാകാലങ്ങളിൽ എയർ ഇന്ത്യക്ക് എത്തരം ചീത്തപ്പേരുകൾ ഉണ്ടാകുമെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. ആ സമയത്ത് ഈ അപകടം ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് ഈ പറയുന്നത് പോലെ ഒരുപാട് ടിക്കറ്റുകൾ എയർ ഇന്ത്യയുടെ ക്യാൻസൽ ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഒരുപാട് ക്യാൻസൽ ആവുന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഈ പറയുന്ന പോലെ ഒരു അപകടം ഇനി ഒന്നും അഫോർഡ് ചെയ്യാൻ കഴിയില്ല ആ പ്രസ്ഥാനത്തിന് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ തന്നെ ഫ്ലൈറ്റ് ഒരുപാട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലൊക്കെ എയർ ഇന്ത്യയെ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ലല്ലോ എന്നേ പറഞ്ഞുള്ളൂ. അല്ല, ഉണ്ടാകും. വേറെ കാര്യം അറിയാമോ? ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വിമാന കമ്പനിക്ക് വിമാനം ഉണ്ടാക്കുന്നവർക്ക് നഷ്ടം ഉണ്ടാകും എന്നുള്ള പേരില് മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന കാര്യങ്ങളുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇതില് ഈ പ്രിലിമിനറി റിപ്പോർട്ട് വന്നിരിക്കുന്ന ഈ ടൈം ബൈ ടൈം രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വയ്യാത്തതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ഫിലിപ്പ്. ക്യാപ്റ്റൻ രാജേന്ദ്രൻ, ഇപ്പോൾ ഞാൻ നേരത്തെ ശ്രീ വിജയചരനോട് ചോദിച്ചൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും ഫ്ലൈയിങ് അവേഴ്സുള്ള ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോപ്പൈലറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു അശ്രദ്ധയുണ്ടാകുമോ എന്നും ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് അതിൽ ഒരു ഹ്യൂമൻ എറർ ആണ്, എന്നിരുന്നാൽ പോലും അത് സൂയിസൈഡലാണ് എന്ന് തന്നെ വിചാരിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ടു എറർ ഈസ് ഹ്യൂമൻ, അതല്ലേ ചൊല്ലി. സംഭവിക്കാം, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. ഒരു പൈലറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, പല ആക്സിഡൻറ്റുകളും അതായിരുന്നു. ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ കോഴിക്കോട് നടന്ന ആക്സിഡൻറ്റ് ഹ്യൂമൻ ഫാക്ടർ ആയിരുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ പല കാര്യങ്ങളും ഉണ്ട്. അവിടുത്തെ വെതർ, അന്ന് കോവിഡ് സിറ്റുവേഷൻ. ഞാൻ അന്ന് ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു എയർഫോഴ്സിലൊരു ഡെക്കറേറ്റഡ് ഓഫീസറായിരുന്നു. ഈ വാസ് സോർട്ട് ഓഫ് ഓണർ കിട്ടിയ അദ്ദേഹം വിങ് കമാൻഡർ സാറ്റായി. അദ്ദേഹം ആ കോവിഡ് സമയത്ത് ആ പാസഞ്ചേഴ്സിനെ ബാംഗ്ലൂരായിരുന്നു ഡൈവേർഷൻ ഫീൽഡ്. ആ സമയത്ത് അവിടെ കൊണ്ടുപോയി ഇറക്കിയാലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മനസ്സിൽ വന്ന് കാണും. അതുകൊണ്ടായിരിക്കും അത്രയും മോശമായ കാലാവസ്ഥയിൽ അദ്ദേഹം അവിടെ ഇറക്കാൻ ശ്രമിച്ചത്. ആ ആക്സിഡൻറ്റ് അതുകൊണ്ടാണ് നടന്നത്. അവിടെ ഇറക്കാൻ ടെയിൽ വിൻഡ്, അതായത്
അതിൻ്റെ പരിധിക്ക് പുറത്തായിട്ടുള്ള വിൻഡ്, ടെയിൽ വിൻഡ് എന്ന് പറയും അതിനെ, അതിൽ കൂടുതലായി. അതുകൊണ്ട് ആ എയർക്രാഫ്റ്റ് റൺവേയിൽ നിന്ന് പകുതി കഴിഞ്ഞിട്ടാണ് ടച്ച് ഡൗൺ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വിമാനം പറത്താൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ല. അദ്ദേഹം ഈ മാനുഷിക പരിഗണന തീർച്ചയായിട്ടും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എയറോനോട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ജനറൽ ഡിസിഷൻ മേക്കിംഗ്. എയറോനോട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ആ സമയത്ത് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഇവിടെ അദ്ദേഹം ആ പൈലറ്റ് മെയ്ഡ് റിപ്പോർട്ട് ചെയ്തു. അതവിടെ ചെയ്യേണ്ടതായിരുന്നു, അതവിടെ ചെയ്തു. കൃത്യതയോടുകൂടി അദ്ദേഹം അത് ചെയ്തു. അതാണ് ഞങ്ങൾ ട്രെയിനിങ്ങിൽ തന്നെ പറയുന്നതാണ്. ഞാൻ തന്നെ ഇല്ലാതാകുമെന്ന ബോധ്യത്തിനിടയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് ഏവിയേറ്റ്, നാവിഗേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അത് നമ്മൾ ആ സിസ്റ്റം എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ മിസ്റ്റർ ജേക്കബ് ഫിലിപ്പ് പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തിൻ്റെ ഏരിയ അതും വന്നിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും ഞാനത് തള്ളിക്കളയുന്നില്ല. തീർച്ചയായും അത് DGCA, AIB, മിനിസ്ട്രി ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ ഒരു വാക്കുകൊണ്ട് അത് ഞാൻ മിസ്റ്റർ മാക്സസ് പറഞ്ഞതിനോട് തീർച്ചയായും യോജിക്കുന്നു. ആ ഒരു വാക്ക് ആ സെക്കൻഡുകൾക്കകം അദ്ദേഹം പറഞ്ഞു വൈ ഡിഡ് യു സ്വിച്ച് ഓഫ് എന്ന് ചോദിച്ചു കാണും. ഇറ്റ്സ് ഒരു എക്സ്റ്റംപോ റിയാക്ഷൻ നമുക്ക് മനസ്സിലാക്കാം. അത് അങ്ങനെ കണ്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളാണോ ചെയ്തത് എന്ന ആകാംക്ഷ കൊണ്ട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അദ്ദേഹം ത്രസ്റ്റ് പൈലറ്റ് മോണിറ്ററിംഗ്, ഇനി ഇതിൽ ആരാണിത് ചോദിച്ചത്, ആരോടാണ് മറുപടി പറഞ്ഞത് എന്നും അറിയില്ല. ഇനി അതാണ് ഫോറൻസിക്സ് അത് വേണ്ടി വരും. വോയിസ് മോഡുലേഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അവർ ജീവിച്ചിരിക്കുന്നില്ല. അവരുടെ ശബ്ദം എല്ലാം അനലൈസ് ചെയ്തിട്ട് ഇത് ആരോട് പറഞ്ഞു എല്ലാം കണ്ടുപിടിക്കും. തീർച്ചയായും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതിനു മുമ്പേ മിസ് മാധു പറഞ്ഞതുപോലെ നമ്മുടെ ഏവിയേഷൻ, ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, ഗ്രോത്ത് സ്റ്റേജിലാണ് നമ്മുടെ ഏവിയേഷൻ. ഇന്ത്യൻ ഏവിയേഷൻ ഈസ് ഗ്രോയിങ് ഡേ ബൈ ഡേ. ഈ ആക്സിഡൻറ്റ് അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ പൈലറ്റ്സ്, സീനിയർ പൈലറ്റ്സ്, 787 പറക്കുന്ന പൈലറ്റ്സുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. ഡിമോറലൈസിങ് ആക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പൂർണ്ണമായ ഒരു റിപ്പോർട്ടില്ലാതെ പൈലറ്റിനെ ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി എഫക്റ്റിംഗ് ദെയർ മോറൽ, വാട്ട് യു സേ, അവരുടെ മനസ്സിനെ അത് ബാധിക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നു, എയർ ഇന്ത്യയിലെ പൈലറ്റ്സിന് പ്രത്യേകിച്ചും ഇനി ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഇന്ന് നമ്മുടെ മന്ത്രി മിസ്റ്റർ നായിഡു വളരെ പക്വമായ വാക്കിലൂടെ അത് നിർവചിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞു നിഗമനങ്ങൾ ഒഴിവാക്കണം. ഇത് അവർ അസറ്റാണ്, രാജ്യത്തിൻ്റെ അസറ്റാണ് ഏവിയേറ്റേഴ്സ്. നമുക്കൊരിക്കലും അത് പറയാൻ സാധിക്കത്തില്ല. ഈ രണ്ട് വാക്കുകൾ കൊണ്ടോ ഇത്രയും ഒരു അനാലിസിസ് കൊണ്ട് അത് പറയാൻ കഴിയത്തില്ല എന്ന് അദ്ദേഹം വളരെ ഞാൻ ആ വാക്കുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള ബഹുമാനം കൂടി എന്നെനിക്ക് പറയാൻ സാധിക്കും. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ എയർക്രാഫ്റ്റ് ഏവിയേഷനിൽ അപകടങ്ങൾ കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാറ്റ്സ് എല്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു കാര്യം. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത് അതിൻ്റെ കാരണം കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല, ഇനി ഒരു അപകടവും ഉണ്ടാകാതിരിക്കാനുള്ള നിഷ്കർഷ നിർബന്ധ ബുദ്ധി ഈ രംഗത്ത്, ഏവിയേഷൻ രംഗത്ത് കൃത്യമായി പാലിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം സർവീസുകൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് റോഡ് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അതൊന്നിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഏവിയേഷൻ രംഗത്തെ അപകടം എന്ന് പറയുന്നത് അത്രമേൽ താരതമ്യപ്പെടുത്താൻ കഴിയാത്തത്ര കുറവുമാണ്. പക്ഷേ ക്യാരി ചെയ്യുന്ന ലൈഫ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനവുമാണ്. അപ്പോൾ ആ തരത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകുന്നു, ആ തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുന്നു, അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ അതിൻ്റെ ഭാഗമാക്കാകുന്നു. ഒരു ലൂപ്പ് ഹോളും അവശേഷിപ്പിക്കാത്ത തരത്തിലുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയും ചെയ്യുന്നു. അങ്ങനെ ആ തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലറിഷ് ചെയ്യുന്ന, ഗ്രോ ചെയ്യുന്ന ഒരു ഏവിയേഷൻ മേഖല എന്ന നിലയിൽ ഇന്ത്യക്ക് ഏറ്റവും അഭിവാജ്യമായ ഘടകമാണ്. തീർച്ചയായിട്ടും അത്, അതായത് ഇപ്പം ഇവിടെ പറഞ്ഞ് നമ്മൾ ഈ രീതിയിലുള്ള നിഗമനങ്ങളിൽ എത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അത് ഒരുപാട് ഫാർ റീച്ചിങ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതൊരു വസ്തുതയായി ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ചില വേദനാജനകമായ ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമുക്ക് കണ്ണടയ്ക്കാനും കഴിയില്ല. ഇപ്പം ഇവിടെ ബഹുമാനപ്പെട്ട മാക്സ്വെല്ലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു, ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ്, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. 100% അദ്ദേഹം പറഞ്ഞ് ശരിയാണ്, സാധ്യത വളരെ കുറവാണ്. പക്ഷേ വളരെ കുറവാണെങ്കിലും ഒരു 1% ചാൻസ് അവിടെ ഉണ്ട്. ആ 1% ചാൻസിനെ പോലും
ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അവഗണിക്കാൻ കഴിയില്ല. കാരണം അതിനും ഹിസ്റ്ററികളുണ്ട്. കാര്യം ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നു, ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. വെൽ ഡ്രസ്ഡായിട്ട്, വെൽ എക്വിപ്ഡായിട്ട്, ആത്മവിശ്വാസത്തോടുകൂടി പ്രസന്നവദനായി ആ ഒരു ഇത്രയും നീണ്ട ഒരു ലോങ് ഹോൾ ഫ്ലൈറ്റിന് തയ്യാറായി വന്ന 15,000 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ള പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ സബർവാൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. നമ്മൾ സ്വയം ചോദിച്ചു, അങ്ങനെ സംഭവിക്കില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മെ തന്നെ വിശ്വസിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യ മനസ്സാണ്. അത് എങ്ങനെ എപ്പോഴെല്ലാം പോകും എന്ന് പറയാൻ പറ്റില്ല. അത് ടെക്നോളജി അല്ല, അത് ഹ്യൂമൻ ടെക്നോളജി അല്ല, നമ്മൾ ആരും ഉണ്ടാക്കിയൊരു ടെക്നോളജി അല്ല. അതിനെ വിലയിരുത്താൻ പറ്റിയ ഒരു ടെക്നോളജി ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. തീർച്ചയായും കോഴിക്കോട്ട് അപകടം ഉണ്ടായപ്പോൾ ആ ക്യാപ്റ്റൻ, അദ്ദേഹം സ്ക്വാഡ്രൺ ലീഡറാണ്. എത്രയെല്ലാം ഏതെല്ലാം സിറ്റുവേഷനിൽ വിമാനം പറത്തി പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷത്തെ ഓവർ കോൺഫിഡൻസാണ് ആ കോഴിക്കോട്ട് ആ അപകടത്തിലേക്ക് നയിച്ചത്. അതേപോലെ തന്നെ മംഗലാപുരം അപകടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ഇത് മനുഷ്യ മനസ്സാണിത്. എന്താണ് ഇനിയും ഇതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അത് സത്യമാണത്. കാര്യം ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ ഈ റിപ്പോർട്ടിൻ്റെ. ഇനിയും ഒരുപാട് കടമകൾ കഴിയാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 100% ഫുൾ പ്രൂഫായിട്ടുള്ളൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. എങ്കിലും ഇത് ഒരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ ആ സാധ്യത നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ഇത് പൈലറ്റുമാരുടെ നിലവിലുള്ള ഇൻഡസ്ട്രിയിലെ ആൾക്കാരുടെ മൊറയിൽ നശിപ്പിക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഇങ്ങനെയും ഒരു സാധ്യത ഇവിടെ ഉണ്ട്. നാളെ എനിക്കല്ലെങ്കിൽ മറ്റാൾക്ക് വേണമെങ്കിൽ ഇത് സംഭവിച്ചേക്കാം. ഇങ്ങനെ സംഭവിക്കില്ല. ഈ ഒരു കാര്യം കൂടി ഇവിടെ ഈ ഇൻഡസ്ട്രിയിലുള്ളവർ മുൻകൂട്ടി കാണണം. അവരുടെ ആത്മവിശ്വാസം വളർത്താനും അവരുടെ അറിവ് അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും ആ ഇൻഡസ്ട്രിയെ തളർത്തുക എന്നുള്ളതല്ല. ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. രാജ്യത്തിന് അത് അഫോർഡ് ചെയ്യാനും കഴിയില്ല. ആ ഇൻഡസ്ട്രി തളരുക എന്ന് പറയാം, ഏവിയേഷൻ ഇൻഡസ്ട്രി തളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു സാധ്യതയാണ്. എത്ര ചെറുതാണെങ്കിലും അതും ഒരു സാധ്യതയാണ്. ആ സാധ്യതയിലേക്ക് ലോജിക്കലി വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ ദുഃഖത്തോടെ, വളരെ വിഷമത്തോടെ, വളരെ ഷോക്കോടുകൂടി ചിലപ്പോൾ നമുക്ക് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ഒ.വി. മാക്സിസ്, ഇപ്പോൾ ശരിയാണ്, വർഷങ്ങളുടെ ഇടവേളകളിലോ അല്ലെങ്കിൽ ദശാബ്ദങ്ങളുടെ ഇടവേളകളിലൊക്കെയാണ് ഈ പറയുന്ന പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാറുള്ളത്. പക്ഷേ നമുക്കത് കുറച്ചേറെയായി അനുഭവിക്കേണ്ടി വരുന്നു. നമ്മളുടെ മുൻ സൈനിക മേധാവി അടക്കമുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടത് ഈ പറയുന്ന എയർക്രാഫ്റ്റ് അപകടത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു കൃത്യമായി കുറച്ചുകൂടി പഠനം വേണ്ടതുണ്ട്, കുറച്ചുകൂടി സെക്യൂരിറ്റി മെഷേഴ്സ് ടൈറ്റൻ ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വരാറുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ചില നിർദ്ദേശങ്ങളോ പ്രോട്ടോക്കോളോ ഒക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാവലാണ് എയർ ട്രാവൽ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു സേഫ്റ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 1 in 10 million ഒക്കെയാണ് ആക്സിഡൻറ്റുകൾ, ഫാറ്റൽ ആക്സിഡൻറ്റുകൾ. അതുകൊണ്ട് ആളുകൾക്ക് അതുകൊണ്ട് ഈ എയർ ട്രാൻസ്പോർട്ട് മോഡിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വിമാന അപകടങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ജേക്കബ് ഫിലിപ്പ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രോബബിലിറ്റി ഉണ്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ, എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടേക്ക് ഓഫിന് ശേഷം ഒരു എൻജിന് ഫയർ വരികയാണ്, അല്ലെങ്കിൽ ഓവർ വൈബ്രേഷൻസ് വരികയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഫ്യൂവൽ ലീക്കേജ് വരികയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തന്നെ ഉണ്ട്. അതിലൊരു എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി പൈലറ്റിനുണ്ട്. പക്ഷേ ഇവിടെ ഈ FDR റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് പിന്നെ ഞാൻ പറയുന്ന 1 സെക്കൻഡ്, അതായത് ഈ സ്വിച്ചിൻ്റെ ആ ലോക്ക് മെക്കാനിസം കേടായാലും ചിലപ്പോൾ കൈ തട്ടി കഴിഞ്ഞാൽ ആ സ്വിച്ച് റോങ് പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യതകളാണ് കറക്റ്റ് അന്വേഷിക്കപ്പെടേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിലും ഒരു തവണയല്ലേ അത് സാധ്യമാവുകയുള്ളൂ? 2 എഞ്ചിനുകളുടെയും ഇന്ധന വിതരണ സംവിധാനം കേടാകും. അതെ, അത് പിന്നെ ഈ ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ടിൻ്റെ ടൈം ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ എൻജിൻ ഫെയിലിയർ ആയത് അത് 08/08/42 ഫെയിലിയർ ആണ്. അത് കഴിഞ്ഞ് 08
10 സെക്കൻഡിന് ശേഷമാണ് രണ്ടാമത് ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമം പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് ഈ പൈലറ്റ് ഈ ചോദ്യം ചോദിക്കുന്നത്. അത് ആ ചോദ്യത്തെ ഇൻവേർട്ടഡ് കോമയിലല്ല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഒരു മീനിങ് ആയിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പൈലറ്റ് അതിന് നെഗറ്റീവായിട്ട് ആൻസർ പറയുകയും ചെയ്തു. പിന്നെ മെയ്ഡേ കോൾ ചെയ്യുന്നത് ജസ്റ്റ് 5 സെക്കൻഡ് ബിഫോർ ദ ക്രാഷ് ആണ് മെയ്ഡേ കോൾ ചെയ്യുന്നത്. അത് ഏത് പൈലറ്റാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് അവരുടെ വോയിസ് അനാലിസിസ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ ഒരു കോ പൈലറ്റാണ് വിമാനം പറപ്പിക്കുകയെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് മറ്റേ പൈലറ്റായിരിക്കും. അപ്പോൾ ഇത് ആരാണ് പറഞ്ഞത് എന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരും. അതുവരെ നമ്മൾ ഇങ്ങനെയുള്ള സാധ്യതകളെ പാർവതീകരിച്ച് കാണിക്കുന്നത് ശരിയല്ല. അത് പൈലറ്റ് കമ്മ്യൂണിറ്റിയോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിത്. ഇത് മെക്കാനിക്കൽ, കാരണം ഇതുപോലത്തെ സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അത് വളരെ സേഫ്റ്റി കൺസേൺ ആയ ഒരു കാര്യം ആയതുകൊണ്ടാണ് FAA പോലുള്ള ഏജൻസികൾ, FAA എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ DGCയുടെ റോളാണ് USA FAA പ്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഏജൻസികൾ ഇത് വളരെ സീരിയസ് ആയി എടുത്തിട്ട് അവരുടെ രാജ്യത്തുള്ള എല്ലാ വിമാന കമ്പനികളിലും നിങ്ങളിത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യണം. ഇത് മാത്രമല്ല, ഇതിൻ്റെ മൈക്രോ പ്രോസസ്സ് കൂടി മാറ്റണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് രണ്ടും കൂടി കപ്പിൾ ചെയ്ത ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. കാരണം ഈ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്ത മൈക്രോ പ്രോസസ്സാണ് അതിൻ്റെ ഉള്ള ആൽഗരിതം ഉപയോഗിച്ചിട്ടാണ് ആ കമാൻഡ് റിയലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിലും പ്രശ്നങ്ങളുണ്ട് ഈ വിമാന കമ്പനികൾ. ഇപ്പോൾ ഒരു മെഷീനും 100% പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാനുഫാക്ചറർ നമ്മൾ അങ്ങനെ കുറ്റം പെടുത്തുന്നില്ല. നമ്മൾ എത്ര പെർഫെക്റ്റ് ഡിസൈൻ ചെയ്താലും വീണ്ടും അതിന് ഒരു 100% പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോസിബിളാണ്. ഈ സിസ്റ്റം എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലത്തുള്ള ആക്സിഡൻറ്റുകൾ കിട്ടുന്ന ഇൻപുട്ടുകൾ ഈ വിമാനത്തിൻ്റെ ഡിസൈൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിൽക്കാലത്ത് ഉപയോഗിക്കപ്പെടാം. പക്ഷേ എൻ്റെ ഒരു കൺസേൺ ഇപ്പോഴും ഞാൻ അത് മറച്ചു വെക്കുന്നില്ല. ഈ ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് ഇതിനു മുമ്പ് സംഭവിച്ച ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബോയിങ് കമ്പനിക്ക് വേണ്ടി ഒരു അഡ്വൈസറി എല്ലാ എയർലൈൻസിനും വേണ്ടി ഇഷ്യൂ ചെയ്യായിരുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന പ്രശ്നം ഇന്ത്യയുടെ റെഗുലേറ്റർ DGCA ഒരു 60 സർക്കിളിൽ തന്നെ ഇഷ്യൂ ചെയ്തേനെ. അപ്പോൾ ഇത്തരം സ്വിച്ചുകളും മറ്റുമൊക്കെ അതിൻ്റെ എഫിഷ്യൻസി പ്രീ ഫ്ലൈറ്റിന് മുമ്പ് ചെക്ക് ചെയ്തോ അല്ലെങ്കിൽ അത് റൂട്ടീൻ മെയിൻ്റനൻസിൽ ഇത്ര ചെക്കുകളൊക്കെ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു സർക്കിൾ ഒരുപക്ഷെ വന്നേനെ. അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഈ റിപ്പോർട്ട് തന്നെ പറയുന്നത് എയർ ഇന്ത്യ FAAയുടെ സർക്കുലറിനെ അവർ അനുസരിച്ചിട്ടില്ല, അത് ഫോളോ ചെയ്തിട്ടില്ല. കാരണം അതൊരു അഡ്വൈസറിയാണ്. പിന്നെ FAA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെഗുലേറ്ററും അല്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ കൊണ്ട് കുറച്ചും കൂടി ഉത്തരവാദിത്ത ബോധം വിമാന കമ്പനികളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണെന്ന് കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത്. ശരി, ഒരിടവേള കൂടി എടുത്തോടെ. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ VT ചെറിയാൻ, ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പം വലിയ വികാരഭരിതമായ രംഗങ്ങളൊക്കെ ആയിരുന്നു. പലയിടങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന്, പല പ്രതീക്ഷകളുമായി പോയ ആളുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ പോലും അതുമായി ബന്ധപ്പെട്ട വലിയ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. അവിടെ നിന്ന് നമ്മൾ എന്തു പഠിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഒരു അപകടത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപകടം സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നത് ഇനിയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് കൂടി കാരണമാകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സാധാരണ ഏവിയേഷൻ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത്. ഈ ഒരൊറ്റ പെഡൽ അതിൻ്റെ നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പറയുകയും ചെയ്തു. ഇതിൻ്റെ വിഷ്വൽസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഓഡിയോ റെക്കോർഡിംഗ് മാത്രമാണ് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ കഴിയുന്നത്. ഞാനത് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല, കാര്യം ഞാൻ കൊമേഴ്ഷ്യൽ സൈഡിൽ നിന്നാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത് തെറ്റുമാണ്. എന്നാൽ ഇതിലൊരു കാര്യം നമ്മളാരും ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഞാൻ ബേസിക്കലി ടൂറിസം എടുത്ത് വന്ന ആളാണ്. ടൂറിസം എൻ്റെ ക്രേസ് സബ്ജക്റ്റാണ്. നമ്മുടെ രാജ്യത്തിന് ടൂറിസം ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. ഓരോ ക്രാഷ് കഴിയുമ്പോഴും ഇങ്ങോട്ടുള്ള ഇൻബൗണ്ട് ടൂറിസ്റ്റ് അത്രത്തോളം കുറയാണ്. അപ്പോൾ രാജ്യത്തിന് കോടികളുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ആണ് പോകുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ ഉണ്ടായിരുന്നു. അത് വരുമ്പോൾ ആരെങ്കിലും ഇന്ത്യ ഒരു ഡെസ്റ്റിനേഷനാക്കി അടുത്ത 4-5 വർഷം പ്ലാൻ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ടു എ ന്യൂ ഡെസ്റ്റിനേഷൻ. അത് രാജ്യത്തിനൊരു വലിയ നഷ്ടമാണ്. അത് ഇങ്ങനത്തേത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് കൂടുതലും ടൂറിസം മേഖലയിലുള്ളവരും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചെറിയ ഇൻസിഡൻറ്റ് പോലും ഏവിയേഷൻ രംഗത്ത് പെട്ടെന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഈ കോഴിക്കോട് സംഭവം പറഞ്ഞല്ലോ, ക്യാപ്റ്റൻ അവിടെ ലാൻഡ് ചെയ്തത് പലരും തെറ്റായെന്ന് പറയുന്നവരുണ്ട്, കറക്റ്റെന്ന് പറയുന്നവരുണ്ട്. വ്യോമയാന രംഗത്ത് നേരത്തെ ക്യാപ്റ്റൻ സൂചിപ്പിച്ച പോലെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് തീരുമാനിക്കേണ്ടി വരും, ഗ്രൗണ്ടിലുള്ളവരും ഓൺ ബോർഡ്. അവിടെ ക്യാപ്റ്റൻ്റെ മുമ്പിൽ ഇത്രയും പേരെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്രയും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അത് കൂടാതെ വ്യോമയാന രംഗത്തുണ്ടാകുന്ന നഷ്ടം, ഈ എക്യുപ്മെൻറ്റ് മറ്റൊരു സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് വരുന്നവർ ഇവരുടെ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റ് പോകുന്നതൊക്കെ ആയിരിക്കും അദ്ദേഹം ചിന്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കാത്തിടത്തോളം
നമ്മളത് പറയുമ്പോഴുള്ള നഷ്ടം ഒരു ഗുഡ് ഇൻറ്റൻഷൻ ചെയ്തു പോയത് നമ്മളവരെ ക്രൂശിക്കുകയാണ്. അതേപോലെയാണ് ഈ ഏവിയേഷൻ രംഗത്തിപ്പം മധു പറഞ്ഞതുപോലെ ഇത് ഒറ്റപ്പെടൽ സംഭവമാണ്. പക്ഷേ ഈ ഒറ്റപ്പെടലിൽ നിന്ന് നമ്മൾ അടുത്ത അനേകം ഡിക്കേഡ്സിനുള്ള പഠിത്തം കഴിഞ്ഞു. ഇത് മുഖാന്തരമുള്ള ഔട്ട്കമ്മും അന്നു മുതൽ ഇറങ്ങിയ സർക്കുലറുകളും നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. വളരെ ടൈറ്റ് ചെയ്തു. അത് ഇതിൻ്റെ ഒരു നന്മവശം. ഒരു എയർക്രാഫ്റ്റ് പോയി നമുക്കൊരു വലിയ നഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ ഓർക്കുമ്പോൾ ഏങ്ങലാണ്. പ്രത്യേകിച്ച് എനിക്ക് നന്നായി അറിയുന്നൊരു ക്യാപ്റ്റൻ, അദ്ദേഹം പറത്തിയ വിമാനത്തിൽ ഞാൻ പല റൂട്ടും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിൽ കാണുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഹാപ്പി ലാൻഡിങ് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ദുഃഖിച്ച ദിവസങ്ങളാണത്, വളരെ വേദനപ്പെട്ട ദിവസങ്ങൾ. പക്ഷേ ഇതിൽ നിന്ന് നഷ്ടം വന്നെങ്കിലും ഒരുപാട് കറക്ഷൻസ് ഉണ്ടാവും. ശരി, അങ്ങനെ ഉണ്ടാവട്ടെ. ഇപ്പോൾ നമുക്ക് പൊറുക്കാനോ മറക്കാനോ കഴിയാത്തൊരു അപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. നമ്മുടെ നാട്ടിൽ നിന്നടക്കം നമുക്ക് അതിൽ ജീവഹാനി ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വിശദമായ പഠനങ്ങൾക്കും വിശകലനത്തിനും ശേഷം കൃത്യമായ ഒരു മറുപടി നമുക്കുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അതുവരെയുള്ള ഈ ചർച്ചകൾ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമുക്ക് അത്രയും രാഷ്ട്രീയ കൗതുകമുള്ള മനുഷ്യരാണ്. എന്നിരുന്നാൽ പോലും ഊഹാപോഹങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.